നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് നേരത്തെ ഒരു കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഈസി പ്രോസസ്സായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. എനിക്കങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലേസിനെസ് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അത് വളരെ ഒരു ഈസി ആയിട്ട് ഒരു എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ നാളെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറ് നേരത്തെ വെച്ചു. നേരത്തെ പണി ഒതുക്കിയിട്ടുണ്ട് ഞാൻ കാരണം നേരത്തെ ചോറുണ്ണാൻ വേണ്ടി വരും. ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾ വരും. കാരണം ഹോട്ടലിൽ തിരക്കാകുമ്പോഴത്തേക്ക് ആൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ചോറ് തിന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ ചോറൊക്കെ സെറ്റാക്കി വെച്ചു. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു മോര് കാച്ചി, കുറച്ച് മോരെടുത്തിട്ട് കാച്ചി അതിൽ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും പിന്നെ നമ്മുടെ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു. അതിന് ശേഷം ചീരുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ കൂടി ചതച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മോര് കാച്ചി വെച്ചു. അപ്പോൾ ഞാൻ ആ മോര് കാച്ചുമ്പോൾ എൻ്റെ ചെറിയ ആൾ വന്നിട്ട് അവൾക്കും ടേസ്റ്റ് നോക്കണം തന്നെ, അവളൊന്ന് ടേസ്റ്റ് നോക്കുകയാണേ. പിന്നെ ഇതുണ്ടാക്കുന്നത് ഇതെൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു കറിയാണ്. ഉപ്പേരി, ഇത് കൈൻഡ് ഓഫ് ഉപ്പേരിയാണ്, ഉപ്പേരി എന്നാൽ പറയാം കേട്ടോ. നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക. ഈ ഒരു കൂട്ടാൻ മാത്രം മതി ഞാൻ വയറ് നിറച്ച് ചോറുന്നു കേട്ടോ, അത്ര ഇഷ്ടമാണ്. അത് നമ്മൾ സവാള, മുളക്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. നല്ലോണം വെന്ത് ഇങ്ങോട്ട് കുഴഞ്ഞ് വരുന്നൊരു പരിപ്പാവണം നമ്മുടെ കൈപ്പങ്ങ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് മാത്രം മതി ചോറുന്നുണ്ട്, അസലായി ചോറുന്നുണ്ട്. കൈപ്പങ്ങ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വിഭവമാണ് കേട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കനും മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പൊരിച്ചു. കുറച്ച് 2-3 കഷ്ണം മീനും അയല മീനുണ്ടായിരുന്നു, അതും പൊരിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും മോര് കാച്ചിയതും ചിക്കൻ വറുത്തതും പിന്നെ നമ്മുടെ അയല വറുത്തതും, അതിൻ്റെ കൂടെ പപ്പടം കൂടി വറുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കറികൾ.